ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് ക്രിസ്ത്യാനികളുമായും ഹിന്ദുക്കളുമായും നല്ല ഇടപഴക്കമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും ഒരാളുടെ ഒരു മീഡിയേഷൻ്റെ ഒരു മോഡറേഷൻ്റെ ആവശ്യമില്ല ക്രിസ്ത്യാനികളായിട്ട് സംസാരിക്കാൻ. പിണറായി വിജയൻ്റെയോ MV ഗോവിന്ദൻ്റെയോ VD സതീശൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ്റെയോ മീഡിയേഷൻ്റെ ആവശ്യമില്ല. സ്വന്തം നിലക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണത്. കാസയെക്കുറിച്ച് മുമ്പ് ഇതിൽ പറഞ്ഞാണ്. കാസയെക്കുറിച്ച് മാധ്യമങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഒരുപക്ഷെ ന്യൂസ് റൂമുകളും രാഷ്ട്രീയ നേതാക്കന്മാരും തെറ്റായി ധരിച്ചിട്ട് അതെന്തോ വലിയ സംഭവമെന്ന് വിചാരിക്കുന്നതാണ് ചില ബിഷപ്പുമാർ. 7 ആളുകളും 700 ഐഡികളുമുള്ള ഒരു ഏർപ്പാടിൻ്റെ പേരാണ് കാസ. ഞാനത് അക്ഷരാർത്ഥത്തിലാണ് പറയുന്നത്. ഇതിൻ്റെ ഫോർമേഷൻ യോഗത്തിൽ പങ്കെടുത്ത ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചതിൻ്റെ എന്നുവെച്ചാൽ കാസയുടെ ഫോർമേഷൻ യോഗത്തിൽ പങ്കെടുത്ത ആളുമായിട്ട് ദീർഘനേരം സംസാരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് പറയുന്നത്. 7 ആളുകളും 700 ഐഡികളും. 7 വെച്ചാൽ ഈ 7 ആൾക്കും 700 ഐഡി കേട്ടോ, ഫേക്ക് ഐഡി. 7 ആളുകളും 700 ഫേക്ക് ഐഡികളുമുള്ള ഒരു ഏർപ്പാടിൻ്റെ പേര് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ നോക്കൂ, ഫേക്ക് ഐഡി എന്താണ് ഈ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫോൺ ഫാമിംഗ് എന്ന് പറയുന്നില്ലേ, ബോട്ട് ഫോൺ ഫാമിംഗ്. ഈ ഫോൺ ഫാമിംഗ് മാതിരി ഒരു പരിപാടിയാണ് കാസ എന്ന് പറയുന്നത്. ഈ ക്രിസ്ത്യൻ സമുദായത്തിലാകമാനം എന്താണ് ഈ പറയുന്ന മുസ്ലിം വിരുദ്ധത പടരുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാകും എന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ CPMൻ്റെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയുന്നു, കേരളത്തിലെ മുസ്ലിം ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് ക്രിസ്ത്യാനികളുമായും ഹിന്ദുക്കളുമായും നല്ല ഇടപഴക്കമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും ഒരാളുടെ ഒരു മീഡിയേഷൻ്റെ ഒരു മോഡറേഷൻ്റെ ആവശ്യമില്ല ക്രിസ്ത്യാനികളായിട്ട് സംസാരിക്കാൻ. പിണറായി വിജയൻ്റെയോ MV ഗോവിന്ദൻ്റെയോ VD സതീശൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെയോ മീഡിയേഷൻ്റെ ആവശ്യമില്ല. സ്വന്തം നിലക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണത്. ഇത് അടിസ്ഥാനപരമായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പും നമ്മളുടെ ഇൻ്റലിജൻഷ്യയും നമ്മുടെ ന്യൂസ് റൂമുകളും മനസ്സിലാക്കണം.